ഇവിടെയൊക്കെ തോന്നുന്നു 12 മണിയായിരുന്നു നേരം വിളിക്കും. ഇതാണ് കേട്ടോ ലോഡ് വ്യൂ പോയിന്റ്. സംഭവം ഇവിടുന്ന് ഇങ്ങനെ കാണുമ്പോൾ രക്ഷയില്ല. എലിഫന്റ് സ്റ്റോൺ വ്യൂ പോയിന്റിലേക്ക് പോകുന്ന റൂട്ടാണ്. മാഗി കിടന്നിട്ട് ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുകയാണ്. ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് സത്താറയിലാണ്. സത്താറ സിറ്റിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനി പോകുന്നത് മഹാബലീശ്വരത്തേക്കാണ്. മഹാബലീശ്വരത്ത് ഒരുപാട് സ്പോട്ടുകളുണ്ട് കേട്ടോ, അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് ഒരുമിച്ചിട്ട് തന്നെ എല്ലാ പോയിന്റുകളും ഇതിൽ ഉൾപ്പെടുത്തും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൽ എപ്പിസോഡ് വൈസ് ആയിട്ട് തന്നെ ആയിരിക്കും ചെയ്യുക. നോക്കട്ടെ. അപ്പോൾ വീഡിയോ അടിപൊളി വീഡിയോ ആണ്, ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഇരുന്ന് കാണാം. മഹാബലീശ്വരത്ത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, എവിടെയൊക്കെ പോകണം എന്നുള്ളതായിരിക്കും ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഓക്കെ, ഞാൻ ഇന്നലെ താമസിച്ചിരുന്നത് ഇവിടെയാണ്, ഹോട്ടൽ ആക്കർ ഇൻ്റർനാഷണൽ ഓയോ. ഇവിടെ ഒരു സംഭവം ഉണ്ടായി. അതായത് ഞാനിവിടെ എത്തിയപ്പോൾ രാത്രി ഒരു 8 മണി 7 മണിക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ റേഞ്ചില്ല. അതെന്താ കാരണം ചോദിച്ചപ്പോൾ മനസ്സിലായത്, ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇത്ര 2 മതങ്ങൾ തമ്മിൽ ഇഷ്യൂ ഉണ്ടായി. ഹിന്ദു മുസ്ലിം മതങ്ങൾ തമ്മിൽ ഇഷ്യൂ ഉണ്ടായിട്ട് ഇവരെ ഈ ജില്ലയിലെ മുഴുവൻ റേഞ്ചും ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല, നെറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. കോൾ ചെയ്യുക, ബാക്കിയൊക്കെ കട്ടാക്കി അത്ര. ഞാൻ അത്ഭുതപ്പെട്ടു സത്യം പറഞ്ഞാൽ കേട്ടിട്ട്. അപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്, എൻ്റെ അടുത്ത് ഒരു എയർടെൽ ഉണ്ട്, ഒരു ജിയോ ഉണ്ട്. അതിൽ എയർടെൽ ഓക്കെയാണ്, ജിയോ കിട്ടുന്നില്ല. അങ്ങനെ ആയിരുന്നു ഇന്നലെ ഉണ്ടായത്. അപ്പോൾ ഇന്നലെ ഇവിടെ ഉള്ള 2 ലോക്കൽസ് പറഞ്ഞു എങ്ങോട്ടും പോകണ്ട, എവിടെയും പുറത്തൊന്നും സ്റ്റേ ചെയ്യണ്ട, ഇവിടെ എന്തെങ്കിലും സ്റ്റേ എടുത്തിട്ട് അവിടെ കൂടിക്കോന്ന് പറഞ്ഞു. അങ്ങനെ കൂടി. ഇപ്പോൾ സമയം ഇപ്പോൾ 7 മണിയൊക്കെ ആയി. അങ്ങനെ ഇനി മഹാബലീശ്വരത്തേക്ക് പോവുകയാണ് നമ്മൾ കേട്ടോ. ഒരു കോമഡി കാണിച്ചിട്ടേന് ഇപ്പോൾ കഴിഞ്ഞു പോയി. ഇവിടെ ഇങ്ങനെ നിൽക്കുക, വരിക്ക് നിൽക്കുക ആളുകൾ, 1 കിലോമീറ്ററിൻ്റെ അടുത്ത ആളുകൾ വരിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ലിഫ്റ്റിന് വേണ്ടിയിട്ട് കേട്ടോ. മഹാബലീശ്വരത്തേക്ക് ഇവിടുന്ന് 50 കിലോമീറ്റർ ആയിട്ടുള്ളത്, 1 മണിക്കൂറാണ് ഇവിടുന്ന് റണ്ണിങ് വരുന്നത്. നമ്മളെ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടത് ഗോകർണയിലുള്ള വീഡിയോ ആയിരുന്നല്ലോ. ഞാൻ ഗോകർണയിൽ നിന്ന് രാവിലെ പോന്നിട്ട് നേരെ ബെൽഗാവിയിലെത്തി. ബെൽഗാവിയിലൊരു ഫേമസ് ബിരിയാണി ഉണ്ട്, നിയാസ് ബിരിയാണി. എനിക്കങ്ങനെ വലിയ രസം തോന്നില്ല, കാരണം ഒരു ഹൈദരാബാദി ടച്ചിലെ ബിരിയാണിയാണ്, ഹൈദരാബാദി സ്റ്റൈൽ ബിരിയാണിയാണ്. ഞാൻ ഓൾറെഡി ഹൈദരാബാദി ബിരിയാണിയൊക്കെ കഴിച്ചതുകൊണ്ടാണോ എന്ന് എനിക്കും അറിയില്ല. എനിക്കങ്ങനെ വലിയൊരു ഹൈപ്പൊന്നും തോന്നിയില്ല. കഴിച്ച ഒരു അവറേജ്, അതായത് ഒരു അവറേജ് അത്ര ഉള്ളൂ പറയാൻ കഴിയുള്ളൂ എനിക്ക്. അടിപൊളി വ്യൂ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ ഹിൽ സ്റ്റേഷനുകളൊക്കെ ഇവിടുന്ന് ഇപ്പോൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ശരിക്കും ഇന്നലെ വന്നുകൊണ്ട് ഈ പറഞ്ഞ മഹാബലീശ്വരത്ത് പോയി സ്റ്റേ ചെയ്താലോ എന്ന് ഇങ്ങനെ കരുതിയിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാ ആളുകളാണ് പറഞ്ഞത് ഈ റൂട്ട് ഇത്ര സേഫ് അല്ല രാത്രി പോണത്, അപ്പോൾ നിങ്ങളിവിടെ സ്റ്റേ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് പറഞ്ഞത്. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഇങ്ങനെയുള്ളൊക്കെ ഏരിയയിൽ വരുമ്പോൾ രാത്രി മാക്സിമം ഓട്ടം നിർത്തുക. ഒരു 6 മണി 7 മണി ആകുമ്പോഴേക്കെങ്കിലും മറ്റേ കൂടാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഇവിടെ മഹാരാഷ്ട്രയിൽ ഇത്തിരി വലിയ കുഴപ്പമില്ല. മഹാരാഷ്ട്ര കഴിഞ്ഞ് ഡൽഹി, രാജസ്ഥാൻ, UP ഒക്കെ, ബീഹാറൊക്കെയാണ് ഏറ്റവും പ്രോബ്ലം തോന്നും. പിന്നെ മുംബൈയിൽ പറഞ്ഞത് കളവിൻ്റെ പ്രശ്നം ഉണ്ടാവും. മുംബൈ കക്കിൽ നന്നായിട്ട് നടക്കുന്ന പറഞ്ഞേക്കാം. ഗൈസ്, എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചിട്ട് കേട്ടോ. നട്ട്സ് ഇതായി കാണുന്നത്, പിന്നെ പീനട്ട് ബട്ടറും അതുപോലെ ബ്രെഡും. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് കേട്ടോ. ഇപ്പോൾ ചോര കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നല്ല വ്യൂ കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ടോ, ചെറിയ വാട്ടർഫാൾസും അടിപൊളി ഏരിയാസാണ്. നമ്മൾ പോകുന്ന ടൗണും മുതൽ ഇതുവരെ അടിപൊളി റോഡാണ്, ഒരു രക്ഷയില്ലാത്ത റോഡ്, നല്ല വീതിയുണ്ട്. കേസ് മഹാബലീശ്വർ എത്തിയിട്ടുണ്ട്. മഹാബലീശ്വരത്തെ ഏറ്റവും വലിയൊരു സെൻട്രൽ പോയിൻ്റാണ് ഈ കാണുന്നത്. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 9:30 ആവാനായിട്ട് ഇപ്പോഴും നേരം എടുത്തിട്ടില്ല. അവിടെ ജമ്മ ക്ലൈമറ്റ് നോക്ക്, ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ ഒരു റൂട്ടിലാണ് പോയിന്റുകളൊക്കെ കാണുന്നത്. നോക്കട്ടെ. ഇവിടെ മഹാബലീശ്വരത്ത് വരുന്നവർക്ക് നല്ലൊരു സ്പോട്ട് ഞാൻ പറഞ്ഞുതരാം.
ഞാൻ പോകുന്നില്ല. അത് മിനി കാശ്മീർ എന്ന് പറയുന്ന സ്പോട്ടുണ്ട്. ഇവിടെ ടൗണിൽ നിന്ന് ഈ റോഡ് ഉണ്ടോ, ഈ റോഡിലൂടെ പോവുകയാണെങ്കിൽ മിനി കാശ്മീർ എന്ന് പറയുന്നത് അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അങ്ങോട്ടും പോകട്ടോ. ഞാനിവിടെ പോയി കാണുന്നത് ഇവിടെയുള്ള വ്യൂ പോയിന്റുകളാണ് പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്നിട്ട് നേരെ പൂനെയിൽ പോകാനാണ് കരുതിയിട്ടുള്ളത്. ഇപ്പോൾ ഗൈസ് അവിടുന്ന് നേരെ പോന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ റൂട്ടിൽ, ഞാനിപ്പോൾ പോകുന്ന റൂട്ടിൽ എലിഫൻറ്റ് വ്യൂ പോയിൻറ്റും പിന്നെ ലോഡ് വിക് പോയിൻറ്റും പിന്നെ സൺസെറ്റ് പോയിൻറ്റും ഉണ്ട്. ഈ 3 പോയിൻറ്റാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് കേട്ടോ. നമുക്ക് ഈ 3 പോയിൻറ്റും ഈ റൂട്ടിൽ കവർ ചെയ്യണം. ഗൈസ് എലിഫൻറ്റ് സ്റ്റോൺ വ്യൂ പോയിൻറ്റിലേക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ് കേട്ടോ അത്. ഇവിടെയൊക്കെ തോന്നുന്നു 12 മണിയായാലും നേരം വെളുക്കില്ല, അങ്ങനത്തെ രീതിയിലാണ് ഇവിടെ നടക്കുന്നത്. ഈ വീഡിയോയിൽ മൊബൈലിൽ എങ്ങനെ കാണുമെന്ന് എനിക്കറിയില്ല, പക്ഷേ നേരിട്ട് കാണാൻ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ അമ്മോ, പൊളി എന്ന് പറഞ്ഞാൽ പൊപ്പൊളി. സംഭവം പക്ക ഫോറസ്റ്റാണ്. പണ്ട് കാലത്ത് ഇവിടെ വന്ന് കൂടി പിടിച്ചെടുത്താണ് സത്യം പറഞ്ഞാൽ പല രീതിയിലും. ഗൈസ് നമ്മളങ്ങനെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ലോഡ് വിക് പോയിന്റിലേക്കും അതുപോലെ എലിഫൻറ്റ് ഹെഡ് വ്യൂ പോയിന്റിലേക്കുമുള്ള സ്പോട്ടാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെയാണ് പാർക്കിംഗ് വരുന്നത്. ഇവിടെ എൻ്റെ വണ്ടിയും പിന്നെ വേറൊരു MH വണ്ടി മാത്രമേ ഉള്ളൂ. വേറൊന്നും നിലവിലിപ്പോൾ ഇവിടെ കാണാനില്ല. സംഭവം പൊളിയാണ്, രക്ഷയില്ല. 500 മീറ്റർ, അതായത് 1/2 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. എലിഫൻറ്റ് വ്യൂ പോയിന്റിലേക്ക് 800ഉം ലോഡ് വ്യൂ പോയിന്റിലേക്ക് 500 മീറ്ററാണ് കാണിക്കുന്നത് ഇതിൽ കേട്ടോ. സംഭവം പോയിന്റിലേക്ക് പോകാൻ ടിക്കറ്റൊന്നുമില്ല, അത് നൈസായി. എൻ്റെ കയ്യിലാണെങ്കിലോ ക്യാഷില്ല, ATM പൈസ എടുത്തിട്ടില്ല, ഉണ്ടെങ്കിൽ പെട്ടേനെ. ഇത് വാഹനങ്ങൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ടേ, ആളുകൾ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതിന് തോന്നുന്നു. നല്ല കല്ലാണല്ലോ. ഇവിടെയൊക്കെ പക്ക ഫോറസ്റ്റാണ് കേട്ടോ, തിക്ക് ഫോറസ്റ്റാണ് സംഭവം. ആളുകൾ വന്ന് കൂടിയതാണ്. പണ്ട് കാലത്ത് ശിവജിയുടെ കാലത്ത് കോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്ന ആളുകൾ താമസിച്ച് ഉണ്ടായതാണ് ഇവിടെ എല്ലാ മനുഷ്യരെന്നാണ് പറയണത്. ഇതാണ് കേട്ടോ ലോഡ് വിക് വ്യൂ പോയിന്റ്. സംഭവം പൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ്. പക്ഷെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഒന്നുമേ കാണല്ലേ. കോട അതിൻ്റെ അങ്ങേയറ്റം നിലയിലാണ് കിടക്കുന്നത്. ചിലപ്പോൾ നമ്മൾ പോകുമ്പോൾ കുറച്ചൊക്കെ മാറ്റം വരുമോ. ഓ പൊള്ളി. എലിഫൻറ്റ് വ്യൂ പോയിന്റിൽ എലിഫൻറ്റിൻ്റെ വ്യൂ ഒന്നും കാണൂല. ഇത് 1995 ഇവിടുത്തെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ടീം നിർമ്മിച്ചതാണ് കേട്ടോ. സംഭവം പൊളിയാണ്. പ്ലാസ്റ്റിക് ഇടാനുള്ളൊരു പോയിൻ്റൊക്കെ ഉണ്ട്. ഇനി അടുത്തത് എലിഫൻറ്റ് സ്റ്റോൺ വ്യൂ പോയിൻ്റാണ്, അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. പോയിൻ്റ് നിലനിൽക്കുന്നത് സീ ലെവലിൽ നിന്ന് 4067 അടി മുകളിലാണ് കേട്ടോ. ഇനി അടുത്ത പോയിന്റിലേക്കൊന്ന് പോയേക്കാം. സംഭവം ഇവിടെ ഒരുപാട് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ലേമറിഡിയം വരെ ഉണ്ട് ഇവിടെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ മുംബൈ പൂനെ റൂട്ടിലുള്ള സിറ്റിയിലുള്ള ആളുകളൊക്കെ ഫ്രീക്ക് വേണ്ടിയിട്ട് ഒന്ന് ഫ്രീ ആകാൻ വേണ്ടി വരുന്ന സ്പോട്ടാണ് മഹാബലേശ്വർ. ഞാൻ മഹാബലേശ്വർ ഇത്ര പ്രതീക്ഷിച്ചില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. ഇവിടെ നിന്നൊരു 300 മീറ്റർ കൂടി നടക്കാണ്ടാവും എലിഫൻറ്റ് സ്റ്റോൺ വ്യൂ പോയിന്റിലേക്ക് കേട്ടോ. 2 വഴി ഉണ്ടല്ലോ, എങ്ങോട്ട് പോവും? രണ്ടും ഒരിടത്ത് തന്നെയാണ് എത്തിച്ചേരുന്നത് തോന്നുന്നു. ഇപ്പോൾ ആരുമില്ല കേട്ടോ അവിടെ, ആകെ ഒരു കപ്പിൾസ് ഉണ്ട്, വേറെ ആരുമില്ല. അപ്പോൾ ഞാൻ ഒറ്റക്കന്നെ ഉള്ളൂ. അങ്ങനെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. എവിടെ എലിഫൻറ്റ് സ്റ്റോൺ പോയിന്റ് എവിടെ? കാണാനില്ല, കോട മാത്രമുള്ളൂ ഗൈസ്. എന്ത് ചെയ്യും, എലിഫൻറ്റ് സ്റ്റോൺ വ്യൂ പോയിന്റ് കാണാനില്ല. കുറച്ച് നേരം നിന്ന് നോക്കാം. ഇതും ഇപ്പോൾ ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വെറും കോട കാണാൻ മാത്രം വന്ന പോലെ ആവും. ഞാൻ സത്യം പറഞ്ഞാൽ വന്ന സ്പോട്ടിൽ കുറേ നേരം ഇരുന്നു കേട്ടോ. പക്ഷേ
ഈ സൈഡിലേക്കുണ്ട്. നമുക്കൊന്ന് പോയേക്കാം. ഇവിടുന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഒന്നും കാണാനില്ല. എനിക്ക് തോന്നുന്നു അവിടെയാണ് ഇതിൻ്റെ ലാസ്റ്റ് എന്നാണ് എലിഫൻറ്റ് വ്യൂ പോയിൻ്റ് കാണാൻ കഴിയുക നമുക്ക്. ഇതിന് രണ്ട് സൈഡും നല്ല രീതിയിൽ കെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് കെട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ അപ്പുറത്തെ സൈഡ് നിൽക്കുമ്പോൾ ഒന്നും അറിയാൻ കഴിയില്ല. ചെറിയ വെയിൽ വരുന്നുണ്ട്. ചിലപ്പോൾ ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ കഴിയും. ഇപ്പോൾ അവിടെ ഉള്ളത് തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ ലക്കുണ്ട്. എന്തായാലും ചെറിയ തോതിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ല്ലേ സൈഡിൽ നല്ല പൂക്കളൊക്കെ കണ്ടില്ലേ. ഞാൻ ഈ പൂവ് എവിടെ കണ്ടിരിക്കുന്നല്ലോ. നമ്മൾ കുടജാത്രി ട്രക്കിങ് ചെയ്തപ്പോൾ ഏതാണ്ട് ഇതുപോലുള്ളൊരു പൂവ് കണ്ടിരുന്നു. പൊളി ഇവിടത്തെ ഇപ്പം ഒന്ന് ചെറുതായിട്ടോ കണ്ടില്ലേ. നേരെ കാലം തെന്നി വീണാ നേരെ അടിയേക്കാം. ഈ സൈഡിലും അതേപോലെ തന്നെ. യൈസ് ഇത് കണ്ടില്ലേ, പക്ക പീക്കാണിത്. പക്ക പീക്കാണിത്. പൊളി. ഇതാണ് ശരിക്ക് ഞാനിപ്പോൾ നിൽക്കുന്ന ഇതാണ് എലിഫൻറ്റിൻ്റെ സ്റ്റോൺ വ്യൂ പോയിന്റ്. ശരിക്ക് അവിടെ നിന്നാലേ കാണാം. പക്ഷെ അവിടെ നിന്ന് കോടാവുന്നത് കൊണ്ട് ചിലപ്പോൾ കാണാൻ സാധിക്കില്ല. ഞാൻ പോകുന്നപ്പോൾ അങ്ങനെ കണ്ടിട്ടില്ല. ഞാനൊന്ന് പോയി നോക്കട്ടെ. ഇപ്പോൾ ക്ലൈമറ്റ് ജസ്റ്റ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കേസ് നമ്മൾ ഇവിടുന്ന് അങ്ങനെ പോവുകയാണ്. ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് റൈറ്റിക്കാണ് കേട്ടോ പ്രതാപ്ഗഡ് ഫോർട്ടിലേക്ക് പോവാം. ഇവിടുന്ന് ഉണ്ടോ സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ മുംബൈ പോയിന്റ്, അതായത് സൺസെറ്റ് വ്യൂ പോയിന്റ് ആണ്. അങ്ങോട്ട് പോവാം. പിന്നെ ഇതൊക്കെ ഇവിടെ ഉള്ളതാണ്. വേണ്ടവർക്കൊക്കെ ഞാനിപ്പോൾ പോകുന്നത് പ്രതാപ്ഗഡ് ഫോർട്ടിലേക്കാണ് കേട്ടോ. ഇതിലാണ് പോവാം. അടുത്തത് നമ്മൾ പോകുന്നത് പ്രതാപ്ഗഡ് ഫോർട്ടിലേക്ക് കേട്ടോ. പോകുന്ന റൂട്ട് കണ്ടില്ലേ. പോകുന്ന റൂട്ടിൽ എനിക്കൊരു സംഭവം കിട്ടി. ഒരു നൈസ് വാട്ടർഫാള്. അപ്പോൾ നല്ല ലുക്കാണ്, രക്ഷയില്ല. ഈ വെസ്റ്റേൺ ഗഡ്സിൽ തന്നെ മുംബൈക്കും അതുപോലെ നമ്മുടെ കേരളത്തിലാണെങ്കിലും കർണാടകയിൽ എത്തുമ്പോഴാണെങ്കിലും ഓരോ സ്ട്രക്ചറിന് മാറ്റമുണ്ട്. മുംബൈയുടെ ഒരു ലുക്കല്ല ശരിക്കും നമ്മളെ കേരളത്തിൽ. നമുക്കൊരു മാറ്റം ഫീൽ ചെയ്യും. കുറച്ച് ഇങ്ങോട്ട് പോകുന്നപ്പോൾ ഇതാ വേറൊരു അടിപൊളി വാട്ടർഫാൾസ് കൂടി കാണാം കേട്ടോ. ഇവിടെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. വണ്ടിയൊക്കെ നിർത്തിയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം ആൾ കൂടുന്ന ഏരിയയാണ് തോന്നുന്നു. ഇവിടെ ഫോർട്ടിലേക്ക് പോകുന്ന റൂട്ടിൽ റിവർ റാഫ്റ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ റിവർ റാഫ്റ്റിംഗ് ഒക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ചെയ്ത് പോവാം. പ്രതാപ്ഗഡ് ഫോർട്ടിലേക്ക് ഉള്ള എൻട്രൻസ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ കേസ് നമ്മൾ പാർക്ക് ചെയ്യുന്ന സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇനി നേരെ ഫോർട്ടിലേക്ക് പോവാണ്. 2000 മുകളിൽ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇനി കയറാനുള്ളതാണ്. ശിവജിയുടെ ഒരു ഫോട്ടോ ഒക്കെ ആണ് കേട്ടോ. ഇവിടെ 2000-ഓളം സ്റ്റെപ്പ് ഉണ്ട് എന്നാട്ടോ ഇവിടെ പറഞ്ഞത്. ഞാൻ എന്നെ നോക്കിയിരുന്നില്ല, പക്ഷേ പറഞ്ഞതാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ സ്റ്റെപ്പുകളൊക്കെ കയറിയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ അതിൻ്റെ സ്ട്രക്ചറൊക്കെ നോക്ക്. പക്ക കരിങ്കല്ലാണ്. എത്ര വർഷം മുമ്പ് പണിതാണ്. എപ്പോഴും ഇതേപോലെ കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഡോറൊക്കെ പണ്ട് കാലത്തിൽ തന്നെയാണ്. അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളൊക്കെ ഇതൊക്കെ കേട്ടോ. ഇതെന്താണെന്ന് മനസ്സിലായില്ല. ഇതിലൊക്കെ എഴുതിയിരിക്കണ ഹിന്ദിയിലാണ്, ഹിന്ദിയിലും മറാഠിയിലും. ഈ സൈഡ് കൊണ്ട് അതുപോലെ ഈ സൈഡ് കൊണ്ടുവന്നു. ഇതാണ് ശരിക്കും ടോപ്പ് വ്യൂ ആണ്. ചെറിയ മഴ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഴ കനക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് വിടണം. സംഭവം ഇവിടുന്ന് ഇങ്ങനെ കാണുമ്പോൾ രക്ഷയില്ല കേട്ടോ. ഇതൊരു മലയാണ് സംഭവം. ഇതുണ്ടോ, ഇതിങ്ങനെ പോയൊരു മലയാണ്. പക്ഷേ ഇവിടെ കട്ട് ചെയ്തിട്ട് ഇവിടുത്തെ കല്ലെടുത്തിട്ടാണ്
ഇതിങ്ങനെ പണിതേക്കെന്ന് തോന്നുന്നു. ഇങ്ങനെ സ്ട്രക്ചർ കണ്ടിട്ട് എനിക്ക് തോന്നിയത് എങ്ങനെയാണ്, അത് ഈ കാലത്താണ് ശശിപ്പച്ചി ഇത് പണിയെന്ന് വെച്ചാൽ ഇപ്പം നേരെ ജയിലിൽ കയറിയും. അപ്പോൾ ഞാൻ വന്നത് ഇപ്പോൾ ഇതിലെങ്ങനെ ഇവിടെ പോയിട്ട് ഇതിൻ്റെ മെയിൻ വ്യൂ പോയിൻ്റ് കാണാൻ പോരുക ചെയ്തത്. ഇതിൻ്റെ മുകളിലേക്കും കയറാം, ഞാൻ കയറുന്നില്ല, എനിക്കിനി പൂനെയിൽ പോകാനുണ്ട്. അപ്പോൾ അവിടെ 1-2 പ്ലാനുകളുണ്ട്. അപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും, അതല്ല എങ്കിൽ അപ്പോൾ കേസ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇനി തിരിച്ച് മഹാബലേശ്വരം വഴി തന്നെ പോകണം എന്നാണ് ഇവർ പറയുന്നത്. ഞാൻ നോക്കട്ടെ റൂട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം ബാക്കി 1-2 പോയിന്റുകളും പറ്റുകയാണെങ്കിൽ കവർ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഇത് ക്ലോസ് ചെയ്യും വീഡിയോ ഇതോടെ. അപ്പോൾ ഞാൻ ഈ അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് പൂനെയാണ് കേട്ടോ. അപ്പോൾ പൂനെക്ക് അവിടുന്ന് മഹാബലേശ്വരത്ത് നിന്ന് ഒക്കെ കണ്ട് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഇപ്പോൾ പോരുന്ന വഴിക്ക് ഒരു ബസ് സ്റ്റോപ്പ് കണ്ടപ്പോൾ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബൈക്ക് സൈഡാക്കിയതാണ്. അപ്പോൾ ഞാൻ കാണിച്ചറിഞ്ഞ എന്താണ് എൻ്റെ ലഞ്ച് എന്നുള്ളത്. മാഗി കിടന്നിട്ട് ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്താ വിഷയം എന്ന് വെച്ചാൽ കാറ്റുകൊണ്ടേ സാധനം തിളക്കുന്നില്ല, നല്ല കാറ്റ്. ഞാൻ വണ്ടി സൈഡാക്കുമ്പോൾ ഇവിടെ കാറ്റുണ്ടായില്ല, അപ്പോൾ കാറ്റ് കൂടി. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പോകുന്നത് പൂനെക്കാണ്. പൂനെയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ ഒന്നുമില്ല, അത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് ലോണാവാലയിലേക്കാണ്. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ ഉണ്ടാവും.